പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് അവനവന്റെ അങ്കണത്തിലെ ഉണ്ണികൃഷ്ണന്മാരെ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഏത് ഉണ്ണികൃഷ്ണന്മാരാണ്? അല്ല മാധു ഇപ്പോൾ എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ്, എല്ലാവരും കേരളത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള അസന്മാർഗിക അല്ലെങ്കിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ഒരു ടേമാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത്. ഇത് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ നടന്നൊരു ചർച്ചയാണ്. അതില് കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള ജിൻഡോ ജോൺ വൈപ്പിനിലെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതി. ആ പോസ്റ്റിൽ ആരോപണ വിധേയനായിട്ടുള്ള ആളെ ഉണ്ണികൃഷ്ണൻ എന്നാണ് അയാൾ സംബോധന ചെയ്തിരിക്കുന്നത്. ഇതിലെ ആങ്കർ അതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയപ്പോഴാണ് ഇയാൾ പറഞ്ഞത്, പൊതുവെ അസന്മാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നടക്കുന്ന ആൾക്കാരെയൊക്കെ ഇവരെല്ലാം ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കാറുണ്ടെന്നാണ് അയാൾ പരസ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടിട്ട് ആങ്കർ പറയുന്നുണ്ട്, ഇത് വിവാദമാകുവേ എന്ന്. ഇവരിവിടെ ചർച്ച ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു MLA വൈപ്പിനിലെ ഒരു സ്ത്രീയുമായി അനാശാസ്യ ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നതിനെ പറ്റി ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച വരെ കേരളം ചർച്ച ചെയ്തത് കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പെണ്ണുകേസാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഈ ആഴ്ച അവർക്കൊരു ബദൽ വേണമല്ലോ, അതിന് ഇടതുപക്ഷ പാർട്ടിയിലെ ഒരു MLAയുടെ അനാശാസ്യ ബന്ധവും പൊക്കിക്കൊണ്ടുവന്നു. ഈ രണ്ട് കേസുകളും കൃത്രിമമായിട്ടുണ്ടാക്കിയതാണെങ്കിലും അതല്ല യഥാർത്ഥത്തിലുള്ളതാണെങ്കിലും നാട്ടുകാർക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇവരൊരു പൊതുപ്രവർത്തകരായതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു തലമുറ നശിച്ചു പോകുമെന്നതൊഴിച്ചാൽ വേറെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഇവർക്കൊക്കെ പരസ്പരം ചെളിവാരി എറിയാനും ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയുമായിട്ട് മാറിയിരിക്കുകയാണ് ഹിന്ദു ഈശ്വരവിശ്വാസം. കളിച്ച് കോൺഗ്രസ്സുകാര് നമ്മുടെ ഈശ്വര വിശ്വാസത്തിലേക്കും കയറി കളിക്കാൻ തുടങ്ങി. ഈ ഹിന്ദുസ്ഥാനത്തിലെ ജനങ്ങളുടെ ഈശ്വരനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ അനാശാസ്യക്കാരനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അനാശാസ്യക്കാർക്കൊക്കെ അവരെല്ലാം വിളിക്കുന്ന പേരാണത്രേ ഉണ്ണികൃഷ്ണൻ എന്ന്. ഈ കോൺഗ്രസ്സുകാരൻ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ കോടിക്കണക്കിന് വരുന്ന കൃഷ്ണഭക്തർക്ക് അതിനോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണന് 10,008 ഭാര്യമാരുണ്ട് എന്നൊരു തെറ്റായ കഥ അല്ലെങ്കിൽ ഒരു തെറ്റായ വിശ്വാസം ഈ ലോകത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല സമയങ്ങളിലും നമ്മുടെ വിശ്വാസത്തെ ഇത്തരക്കാർ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കൃഷ്ണഭക്ത പ്രസ്ഥാനമാണ് ഇസ്കോൺ. അതിലെ ഒരു സന്യാസിയോട് ഒരിക്കൽ ഒരു കന്യാസ്ത്രീ ചോദിച്ചു, 10,008 ഭാര്യമാരുള്ള ഒരാളെ എങ്ങനെയാണ് ഈശ്വരനായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നത്? അങ്ങനെയുള്ള ഒരാളെയാണോ ഈശ്വരനായിട്ട് വാഴ്ത്തേണ്ടത് എന്നാണ് അവർ ചോദിച്ചത്. അവരോട് ആ സന്യാസി ചോദിച്ചു, യേശു ക്രിസ്തു ബ്രഹ്മചാരിയല്ലേ? പക്ഷേ നിങ്ങൾ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന കന്യാസ്ത്രീമാര് ഈ നിയോഗത്തിലോട്ട് മാറുമ്പോൾ പ്രതിജ്ഞ എടുക്കുന്നത് ഞങ്ങൾ മരണം വരെ ക്രിസ്തുവിൻ്റെ മണവാട്ടികളായിരിക്കും എന്നല്ലേ? എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഭാര്യമാരാണോ? അവർക്കും കൃഷ്ണനെ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസത്തെ വിമർശിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതറിയാൻ ആഗ്രഹമില്ലായിരുന്നു.